Happy homemaker! പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചിക്കൻ ഷവർമ ഉണ്ടാക്കാം. അപ്പോൾ ചിക്കൻ ഷവർമ ഉണ്ടാക്കാനായിട്ട് വേണ്ട സാധനങ്ങൾ ഒരു 150 ഗ്രാം ചിക്കൻ. ആ ചിക്കന് ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുക. പൊടിക്കുക എന്ന് വെച്ചാൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. പിന്നെ വേണ്ടത് മയണൈസ്, ഒരു 5 ടീസ്പൂൺ മയണൈസ്. അത് നിറയെ മയണൈസ് വേണം. അത് മയണൈസിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ വേണ്ടത് തക്കാളി, ഒരു അര തക്കാളി. പിന്നെ കുക്കുംബർ, ഒരു 2 കുക്കുംബർ ചെറുതാക്കി അരിഞ്ഞത്. ക്യാരറ്റ്, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റിനെ ഗ്രേറ്റ് ചെയ്ത് എടുത്തത്. പിന്നെ മല്ലിയില വേണമെങ്കിൽ മാത്രം, അത് ഓപ്ഷണലാണ്. അത് ഒരു പിടി മല്ലിയില. പിന്നെ ഞാനിവിടെ ഒരു 4 കുബൂസ് കൊടുത്തിട്ടുണ്ട്. കുബൂസ് വീട്ടിലുണ്ടാക്കിയ കുബൂസ് തന്നെയാണ്. മയണൈസും കുബൂസും വീട്ടിലുണ്ടാക്കിയത് തന്നെയാണ്. അതിൻ്റെ റെസിപ്പിയുടെ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങൾ കൊണ്ട് മയണൈസ് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ മയണൈസിൻ്റെ ചിക്കന് ബൗളിലേക്ക് മാറ്റാം. പിന്നെ ക്യാരറ്റ്, അര ബൗളോളം ക്യാരറ്റ് വരും. ഒരു ബൗള് ചിക്കൻ വരും. പിന്നെ കുക്കുംബറിനെയും തക്കാളീനെയും നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി എടുക്കുമ്പോൾ അതിലധികം നീരില്ലാത്ത തക്കാളിയാണെന്ന് വെച്ചാൽ അത്രയും നല്ലതായിരിക്കും. തക്കാളി നീര് കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ വെള്ളം പോലെ നിൽക്കുമല്ലോ. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പിന്നെ മല്ലിയില വേണമെന്ന് വെച്ചാൽ മാത്രം ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അതിനൊരു വേറൊരു ടേസ്റ്റ് വരും. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ചാട്ട് മസാലയൊക്കെ ആഡ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് മയണൈസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മയണൈസ് ചിലവർക്ക് കുറേ മയണൈസ് ഇട്ടിട്ടുണ്ടെങ്കിലാണ് ടേസ്റ്റ് തോന്നുന്നുണ്ടാവുക. അപ്പോൾ അതനുസരിച്ച് നമ്മൾ മയണൈസിൻ്റെ ക്വാണ്ടിറ്റി വേണമെങ്കിൽ കൂട്ടാം. ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ ഇട്ടിട്ട് മാത്രമാണ് ഈ മിക്സ് ചെയ്യണുള്ളൂ. പിന്നെ ഇതിലേക്ക് വേണമെന്ന് വെച്ചാൽ ഫ്രഞ്ച് ഫ്രൈസ് വറുത്തൊക്കെ ഇടാം. മല്ലിയിലയും ഓപ്ഷണലാണ്, വേണമെന്ന് വെച്ചാൽ ഇട്ടാൽ മതി. അപ്പോൾ ഇതൊക്കെ കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ കുബൂസിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ വയ്ക്കാം, അല്ലെങ്കിൽ കുബൂസിൻ്റെ പുറത്ത് മയണൈസ് തേച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് അതിനൊന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ കുബൂസിൻ്റെ പുറത്ത് മയണൈസ് തേച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ചിക്കൻ ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഷവർമയിൽ ശ്രദ്ധിക്കേണ്ടത് ചിക്കൻ കൂടുതൽ നിൽക്കണം വെജിറ്റബിൾസിനെക്കാട്ടിലും. നമുക്കിതിലേക്ക് ക്യാരറ്റ്, ക്യാബേജൊക്കെ ആഡ് ചെയ്യും. ക്യാബേജൊക്കെ ആഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് അതിനൊന്ന് കുക്ക് ചെയ്തിട്ട് ഇടുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ നമ്മളുടെ ഷവർമ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഷവർമയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. Don't forget to like, subscribe and comment. Bye-bye. Have a nice day.